പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. കൊച്ചിയിലെ ഹോട്ടലിൽ മുറിയെടുത്ത നടൻ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചു എന്ന കേസിൽ പോലീസിന് തിരിച്ചടി. ഷൈൻ ലഹരി ഉപയോഗിച്ചുവെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല. സംഭവത്തിന് മുമ്പ് 2 ദിവസം മുമ്പ് വരെ ലഹരി മരുന്ന് ഉപയോഗിച്ചുവെന്നും കണ്ടെത്താനായില്ല. കഴിഞ്ഞ ഏപ്രിലായിരുന്നു സംഭവം. കൊച്ചിയിൽ ഹോട്ടലിൽ മുറിയെടുത്ത ഷൈൻ ടോം ചാക്കോയും സുഹൃത്തും പോലീസ് ഡാൻസ് ഹൗസ് സംഘത്തിൻ്റെ പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മളന്ന് കണ്ടതാണ്. ഈ ഷൈൻ ടോം ചാക്കോ ഓടുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കൂടി ആ ദൃശ്യങ്ങൾ നമുക്കത് കാണാൻ പറ്റും. ആ CCTV ദൃശ്യമാണ്. അത് പിന്നീട് ആ ഹോട്ടലിൽ നിന്ന് ഓടി ചാടി രക്ഷപ്പെടുന്ന ഷൈൻ ടോം ചാക്കോയൊക്കെ സമൂഹ മാധ്യമങ്ങളൊക്കെ അങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. ആ സമയത്ത് ഏപ്രിലായിരുന്നു ആ സംഭവം. പിന്നീട് അതിനെ തുടർന്നുള്ള അന്വേഷണമൊക്കെ ഉണ്ടായി. ആ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ വലിയൊരു തിരിച്ചടി പോലീസിന് ഉണ്ടായിരിക്കുന്നത്. ഷൈൻ ലഹരി ഉപയോഗിച്ചുവെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ കേസിലെ വലിയ തിരിച്ചടി. അത് ഷൈന് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത കൂടിയാണ്. അല്ലെങ്കിൽ ഷൈനെ സംബന്ധിച്ച് ഈ കേസിൽ വലിയൊരു ആശ്വാസം എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. അന്ന് ഷൈനും സുഹൃത്തും കൂടി, ഷൈൻ ടോം ചാക്കോയും സുഹൃത്തും കൂടി ഹോട്ടലിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗിച്ചു എന്നാണ് ആ കേസ്. പോലീസ് ഡാൻസ് ഹൗസ് സംഘം പരിശോധനയ്ക്കായി അവിടെ എത്തിയപ്പോൾ അവിടുന്ന് ഷൈന് ഓടി രക്ഷപ്പെട്ടു. ഓടിപ്പോകുന്ന ദൃശ്യങ്ങളൊക്കെയാണെന്ന് പുറത്തു വന്നത്. ഫോറൻസിക് റിപ്പോർട്ട് പ്രതികൂലമായൊരു സാഹചര്യത്തിൽ കേസിൻ്റെ ഭാവിയിൽ പോലീസ് ഇപ്പോൾ എന്തായാലും ആശയക്കുഴപ്പത്തിലാണ്. കാരണം ഫോറൻസിക് റിപ്പോർട്ട് പ്രതികൂലമാണ്. പോലീസിന് വലിയ തിരിച്ചടിയാണ്. ഷൈൻ ലഹരി ഉപയോഗിച്ചു, മുറിയെടുത്ത് ലഹരി ഉപയോഗിച്ചു എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. കേസ് നിലനിൽക്കുമോ എന്ന ഒരു പേടി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയമോപദേശം തേടാനുള്ള പോലീസ് നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ UDF ആഹ്വാനം ചെയ്ത ഒരു ഹർത്താൽ ഉണ്ടായിരുന്നു. അത് പിൻവലിച്ചു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസ് ആക്രമിച്ച പ്രതികളെ പോലീസ് പിടികൂടിയതിനെ തുടർന്നാണ് ആ ഹർത്താൽ